ഇന്നലത്തെ വൈകിട്ടത്തെ വീഡിയോ കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള അപാര കഴിവ് കൊണ്ടും മടി കൊണ്ടും ഇത്രയും ലേറ്റായിപ്പോയി. എന്താ പറയണ്ടേ, ഇന്നലെ പിള്ളേർക്ക് 2 പേർക്കും പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് ഒരു പാക്കറ്റ്, നേരത്തെ വാങ്ങിച്ച പാക്കറ്റ് പോപ്കോൺ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കി കൊടുക്കാം, കുഴപ്പമില്ല, ഇതൊക്കെ ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോപ്കോൺ പാൻ ചൂടാക്കി പോപ്കോൺ ഇട്ടു, അടച്ചു വെച്ചു. ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ, പോപ്കോൺ പൊട്ടുന്നൊരു വീഡിയോ എടുക്കാമെന്ന്. അയ്യോ, ആ ത്വര അങ്ങ് മാറിക്കെട്ടി. മേലാ ഞാൻ ഈ പണിക്ക് പോകത്തില്ല. എൻ്റെ ഭാഗ്യത്തിന് കുറച്ചേ തറയിൽ പോയുള്ളൂ. പിന്നെ ഞാനത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നോക്കി. പിന്നെ ആ തറയിൽ വീണ പോപ്കോൺ ഞാൻ പറക്കി തിന്നു ഗൈസ്. അങ്ങനെ അത് പറക്കി തിന്നിട്ട് ബാക്കി പോപ്കോണെല്ലാം പാത്രത്തിൽ തട്ടിയിട്ട് അത് 2 പേർക്കുമായിട്ട് എടുത്തു വെച്ചു. എന്നിട്ട് 2 പേരും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2 പേർക്കുമായിട്ട് കൊണ്ട് കൊടുത്തു, കഴിക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വയലോട്ടുകൂടെ പോകുന്നുണ്ട്. 2 പേരും പോപ്കോൺ തിന്ന് TVയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഉച്ചയ്ക്ക് ചോറ് അവൻ നന്നായിട്ട് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ, മറ്റേ ജീരകശാല അരി ഇരിപ്പുണ്ട്, അത് വെച്ച് മുട്ട വെച്ചിട്ട് റൈസ് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് അത് 1 കപ്പ് അരി എടുക്കുന്നുണ്ട്. കുറച്ച് അമ്പാടി കൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് 1 കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പം ആ 1 കപ്പ് അരി എടുത്ത് അത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിയിടുക. എല്ലാവർക്കും അറിയാം, ഞാൻ വെറുതെ ഇവിടുന്ന് പറയുക. അപ്പോൾ അത് അങ്ങനെ കഴുകി കുതിർക്കാൻ വെക്കുക. കുതിർത്ത് വെച്ചിട്ട് 10-20 മിനിറ്റ് കുതിർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അത് കഴുകി കുതിർക്കാൻ വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും കൂടെ ചെയ്തേക്കണേ. അങ്ങനെ അരി കുതിർക്കാൻ വെച്ചു. അരി കുതിർക്കാൻ വെച്ചിട്ട് താഴെ കഴുകിയ കൂട്ടത്തിൽ 2-3 അരി താഴെ പോയായിരുന്നു, അതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതാട്ടോ. അങ്ങനെ മാങ്ങ ഇവിടെ ഉണ്ടായതാട്ടോ. അപ്പോൾ അത് ഞാൻ അച്ഛന് പൂളി വെച്ചത്, അപ്പോൾ അതിൽ നിന്ന് 2 പീസ് എടുത്ത് കഴിച്ചു. അത് അച്ഛന് കൊണ്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുക. അങ്ങനെ കുക്കർ വെച്ചിട്ട് അതിനകത്തോട്ട് കുക്കർ ചൂടായി കഴിഞ്ഞതിന് ശേഷം നെയ്യോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിലോ ഒഴിക്കണം. കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞാൻ നെയ്യാണ് ഒഴിച്ചത് കേട്ടോ. നെയ്പാട്ട തപ്പ് നെയ്യെടുത്ത് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെന്താ പറയണ്ടേ, സ്പൂണെടുത്ത് നെയ്യൊക്കെ ഒഴിച്ചു. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരായതുകൊണ്ട് നെയ്യാട്ടോ നല്ലേ. അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് മസാല പാക്കറ്റ് വാങ്ങിക്കുമ്പം കണ്ണി കിട്ടുന്ന പാക്കറ്റ് മസാല എല്ലാം ഇടാം, പട്ട, ഗ്രാമ്പു, ഏലക്ക. പക്ഷേ ഗ്രാമ്പു ഒന്നും ഇല്ല, അതൊക്കെ ഞാൻ ഇട്ട് തീർത്തു. എന്നിട്ട് മിടുക്കി പെരുംജീരകവും മറ്റേ പട്ടയും തീരാത്തതുകൊണ്ട് ഞാൻ അതും മസാലയാണല്ലോ എന്ന് വെച്ചിരിക്കുക. അങ്ങനെ ഒരു ഏലക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കുതിർത്ത് വെച്ച അരി ഇട്ട്. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ എന്നിട്ട് 1.25 കപ്പ് വെള്ളം വെച്ചു, ചൂട് വെള്ളം ഒഴിച്ചു. അതിട്ട് ഇളക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് എന്താ പറയണ്ടേ, ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇച്ചിരി മഞ്ഞ കളർ ഇരുന്നോട്ടെ. അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ട്. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പൊടിക്കനെ മുന്നിൽ നിൽക്കണം ഉപ്പ്. അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഇട്ടിട്ട് 1 വിസിൽ ഞാൻ വരുത്തിയില്ല കേട്ടോ. കാരണം ഇതിൽ വിസിൽ വരാൻ വേണ്ടിയിട്ട് കുറേ താമസം എടുക്കും ഈ കുക്കറിനകത്ത്. അപ്പം ഞാൻ 1 വിസിൽ വരാൻ നിന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്തു. അത് ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മസാല ബോക്സ് അതടുക്കി വയ്ക്കുകയാണ്. പിന്നെ നാളത്തേക്ക് തോരൻ അമ്മ ക്യാരറ്റ് എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ പീലർ ഒന്ന് ചെക്കിങ് ചെയ്യാം. അതെന്തായാലും ഞാൻ അവിടെ നിൽക്കുകയാണല്ലോ, അപ്പോൾ ഞാനത് ഇതാക്കി. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇരുമ്പാടെ കുറച്ചുകൂടെ നല്ലേ. എന്താണെന്നറിയാമോടാ, ഇരുമ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാം. ഇതിൻ്റെ ഒരു നാക്കിലോട്ട് വീഴണമെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും. അപ്പം എന്നാലും ആ നാക്കിലോട്ട് വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് വരും. നല്ല രസമായത്. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം ചെത്തി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും കുഴഞ്ഞ് പോകാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എടുത്ത് വെന്തോന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെന്തോന്നൊക്കെ നോക്കിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞ് വെന്തോ അത് കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ക്യാരറ്റിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചു. ഉപ്പും ഇട്ടിട്ട് വെച്ചു. ആ ഇട്ട് വെച്ചതിൽ നിന്ന് അപ്പോഴാണ് എനിക്ക് തോന്നി എന്നാൽ പിന്നെ അതിൽ നിന്ന് ഒരു ഇച്ചിരി ക്യാരറ്റ് എടുത്ത് റൈസിൻ്റെ കൂട്ടത്തിൽ പോവാം. അപ്പോൾ കുറച്ച് അവൻ്റെ വയറ്റിൽ
ചെല്ലുമല്ലോ എന്ന് വെച്ചിട്ട് അതൊന്ന് ചെത്തി. പിന്നെ ഞാൻ പോയി ഒരു ഉള്ളി എടുത്ത് തൊലിച്ച് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്തു. കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്തു. അപ്പം എന്നിട്ട് വീണ്ടും ഞാൻ കുക്കർ വെച്ച് എണ്ണ ഒഴിച്ചു. ഈ സംഭവങ്ങളെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തു, ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ട ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും മുട്ട എടുത്ത് പൊട്ടിച്ചു. മുട്ടയ്ക്ക് ഭയങ്കര കട്ടിയാണിപ്പോൾ, താറാമുട്ടയാണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. മുട്ട എന്തായാലും പൊട്ടിച്ചൊഴിച്ചു. അതും ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും ഗരം മസാലയും കൂടി ഇട്ടു കേട്ടോ. ഞാൻ ഉപ്പും ഇട്ടു. അതും ഇട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ച ചോറും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അധികം സോസോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല. ഒന്നാമത് അതിവിടെ ഇരിപ്പില്ലായിരുന്നു, രണ്ടാമത് കുഞ്ഞുങ്ങളല്ലേ, അധികം അങ്ങനെ സോസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ഇങ്ങനെ എനിക്ക് കഴിക്കാൻ ടേസ്റ്റ് തോന്നുന്നുണ്ട്. പിള്ളേർക്ക് കുറച്ചുകൂടെ സോസൊക്കെ ഇട്ടായിരിക്കും ഇഷ്ടം. സോസ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്തെടുക്കാം. അങ്ങനെ സോസൊക്കെ ഇട്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഗരം മസാലയുടെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നത് ഇച്ചിരി കുറവുണ്ട്. അപ്പം അതാണല്ലോ വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഗരം മസാലയുടെ ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ സംഭവം കൊള്ളാം. അങ്ങനെ അത് അങ്ങോട്ട് തട്ടിപ്പൊത്തി, മീൻസ് ഒന്നുകൂടെ ഒന്ന് വേവട്ടെന്ന് വെച്ച് തട്ടിപ്പൊത്തി ആവിയേറാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോപ്പറിനകത്ത് ക്യാരറ്റ് നാളത്തെ തോരനേക്കുള്ളത് അരിയാന്ന് വെച്ചു. ആദ്യം വളരെ നല്ല രീതിയിൽ ഞാൻ ചടപടയെ സ്റ്റോപ്പ് ചെയ്തു. സംഭവം കൊള്ളാം, ഞാൻ സ്ഥിരം ചെയ്യുന്ന കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗസ്റ്റ് വന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽപ്പറാണെങ്കിൽ ഒരെണ്ണം മതി എന്ന് പറയുന്ന കണക്ക് നല്ല ഹെൽപ്പറായിരുന്നു. സാധനം മൂടോടെ വേണമെങ്കിൽ താങ്ങിക്കൊണ്ട് പോയി കളയും, അവന് അടിക്കണമെന്നത്. അങ്ങനെ അവൻ ഇരുന്ന് കുറച്ച് നേരം അതിനകത്ത് പണിഞ്ഞു. പക്ഷേ സാധനം കറങ്ങുന്നില്ല കേട്ടോ, മീൻസ് സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പോൾ ആൾ അവിടെ നിന്ന് എന്നോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ കറങ്ങാത്തതെന്ന്. ഞാൻ പതുക്കെ അങ്ങ് ഇറക്കി ലാൻഡ് ചെയ്തു. പിന്നീട് ഞാൻ അടിച്ച് കാണിച്ചു കൊടുത്തു. അതിങ്ങനെ ആക്കുമ്പം അത് വരുമെന്ന് അവനെ കാണിച്ചു കൊടുത്തു. ഇപ്പം ടെക്നിക്ക് പിടിയിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പം വന്ന് വാങ്ങിക്കും. വാങ്ങിച്ചു. വലിക്കുന്നുണ്ട്, പക്ഷേ വലിയുന്നില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിച്ചു. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. പിന്നെ അവൻ നിർബന്ധം അത് വേണമെന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് താത്ത് വെച്ചപ്പോഴത്തേക്കും അത് എടുത്തോണ്ടങ്ങ് പോയി കളഞ്ഞു. പിന്നെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പോയി വാങ്ങിച്ച് അടുത്ത ട്രിപ്പ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം ഈ പരിവായി. ഇനി ഇതെന്ത് ചെയ്ത് പഴയപടിയാക്കുമോ എന്നുള്ള പരിപാടി എനിക്കറിയത്തില്ല. ഞാൻ തിരിച്ച് കയറ്റുന്നു, താഴോട്ട് വലിക്കുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയെല്ലാം ഞാൻ നോക്കി. അവസാനം അതെങ്ങനെയോ സക്സസ് ആയി. ആ സന്തോഷമാണ് നിങ്ങളെൻ്റെ മുഖത്ത് കാണുന്നത്. കാരണം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഇങ്ങനെ കുത്തി അരിയുന്ന അത്ര വശമില്ല. എന്തായാലും അത് ശരിയായി. ഞാൻ അങ്ങനെ അത് തോരനൊക്കെ അടച്ചു വെച്ചു. പ്ലേറ്റിനകത്തിട്ട് ഒരു ഇച്ചിരി കാറ്റിയെ മാറ്റി വെച്ചായിരുന്നു, നാളെ എന്തിനേലും എടുക്കാമെന്ന് വെച്ചിട്ട്. അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വന്നിരുന്ന് നമ്മളപ്പം അലങ്കോലപ്പെടുത്തിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കുക്ക് ചെയ്യാൻ കയറിയതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൈയോടെ കഴുകി വെച്ചേക്കാമെന്ന് വെച്ചിട്ട് കയറി. കാശിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പം അവൻ വെറുതെ കിടന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ വാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കഴുകിക്കൊണ്ടിരുന്നപ്പം അമ്മ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഞാൻ കഴുകാം, ഞാൻ പോയിട്ട് എന്താ അവൻ്റെ ആവശ്യമെന്ന് നോക്ക്. അങ്ങനെ ഞാൻ പിന്നെ അവൻ്റെ അടുത്തോട്ട് പോയി. അമ്മ ബാക്കി പരിപാടിയൊക്കെ പാത്രം കഴുകി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഏറ്റുപിടിച്ചു. അങ്ങനെ അമ്മ കഴുകി വെക്കുന്നുണ്ട്, ബാക്കി വൃത്തിയൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് ഇരുന്നിരുന്ന് ഒരു മേളമായിരുന്നു എൻ്റെ പൊന്നെ. സെറ്റ് കണ്ട അവൻ ഇങ്ങനെ ഞവിച്ചിരിക്കണം, എനിക്കറിയാൻ പാടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെച്ച് ഫുഡും കൊടുത്തേക്കാം, ഇത്രയും കളിച്ച് ക്ഷീണിച്ചല്ലേ, വിശക്കും. അങ്ങനെ ഞാൻ പിന്നെ അവനെന്തോ ചെയ്തു, ചോറ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അതെന്താ അതിനകത്ത് ഇറങ്ങുന്ന ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ബാക്കി ഞാൻ വാരി കൊടുത്തു കേട്ടോ. അവന് കുറച്ച് നേരം ഇങ്ങനെ ഇന്ന് കഴിച്ചതേ ഉള്ളൂ, ബാക്കി ഞാനങ്ങ് വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ പറയാം.